DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടുകളിൽ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുനഃക്രമീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസത്തെ ഗ്യാസ് സിലിണ്ടർ വില എണ്ണ വിതരണ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറിന് 15 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 19 കിലോഗ്രാം LPG സിലിണ്ടറിന് ഡൽഹിയിൽ ഇന്നു മുതൽ 1595 രൂപ 50 പൈസയായിരിക്കും. നേരത്തെ ഇത് 1580 രൂപയായിരുന്നു. എന്നാൽ ഗാർഹിക സിലിണ്ടറിന്റെ വില കൂട്ടിയിട്ടില്ല. അടുത്ത അറിയിപ്പ്, മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതിന് സമാനമായി ഇനി LPGക്കും പോർട്ടബിലിറ്റി സംവിധാനവും വരുന്നു. ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട സേവന കാര്യങ്ങളിൽ കമ്പനിയുടെ കാര്യത്തിൽ തൃപ്തിയില്ലെങ്കിൽ പുതിയ കമ്പനി തിരഞ്ഞെടുക്കാവുന്നതാണ്. കണക്ഷൻ മാറ്റാതെ തന്നെ ഇഷ്ടമുള്ള കമ്പനി തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് ഉപഭോക്താവിന് ലഭിക്കുന്നത്. പാചകവാതക വിതരണം നിയന്ത്രിക്കുന്ന പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഇതിന്റെ ചട്ടക്കൂടിനായി ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഒക്ടോബർ പകുതിയോടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കണം. ഇത് ലഭിച്ചാൽ LPG പോർട്ടബിലിറ്റിക്കുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപവൽക്കരിക്കും. 2013 ഒക്ടോബറിൽ UPA സർക്കാർ 13 സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി 24 ജില്ലകളിലായി പരീക്ഷണാർത്ഥം LPG പോർട്ടബിലിറ്റി ആരംഭിച്ചിരുന്നു. ഇതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് വിതരണക്കാരെ മാത്രമേ മാറ്റാനാകുമായിരുന്നുള്ളൂ. 2014 ജനുവരിയിൽ 480 ജില്ലയിൽ ഇത് നടപ്പാക്കി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ വിതരണക്കാരിൽ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷേ ഭാരത് പെട്രോളിയത്തിന്റെ ഭാരത് ഗ്യാസിലേക്കോ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ HP ഗ്യാസിലേക്കോ മാറാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വ്യവസ്ഥ മാറ്റിയാണ് പുതിയ സംവിധാനം വരുന്നത്. 2025 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 32 കോടിയിലധികം ഗ്യാസ് കണക്ഷൻ ഉണ്ട്. ഇതിൽ 17 ലക്ഷത്തിലധികം ഉപഭോക്തൃ പരാതികളാണ് സേവനവുമായി ബന്ധപ്പെട്ടുള്ളത്. കണക്ഷൻ എടുത്ത കമ്പനിയുടെ വിതരണക്കാർക്ക് സേവനങ്ങൾ കൃത്യമായി നൽകാൻ സാധിക്കാതെ വരുമ്പോൾ ഉപഭോക്താക്കൾക്ക് മറ്റു മാർഗങ്ങൾ തേടാൻ നിലവിൽ പരിമിതികളുണ്ട്. ഇതിനും പുതിയ സംവിധാനം വഴി പരിഹാരമാകും. അടുത്ത അറിയിപ്പ്, 25 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി 571 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും. 25 ലക്ഷം LPG കുടുംബങ്ങൾക്ക് കൂടി കേന്ദ്രം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന കണക്ഷൻ അനുവദിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുമായി 2025-26 വർഷത്തേക്കാണ് 25 ലക്ഷം LPG കണക്ഷൻ കൂടി കേന്ദ്രം അനുവദിച്ചത്. ഇതോടെ ഇതുവരെ വിതരണം ചെയ്ത ഉജ്ജ്വല യോജന കണക്ഷനുകളുടെ എണ്ണം 10,58 ലക്ഷമായി ഉയരും. ഈ വർഷം ജൂലൈ വരെ 10.33 കോടി LPG കണക്ഷനുകളാണ് വിതരണം ചെയ്തത്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. 2016-ലാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത്. ഇത് ലഭിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം സൗജന്യ കണക്ഷനാണ് ലഭിക്കുക. അതേസമയം ഉജ്ജ്വൽ യോജന ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും നൽകി വന്നിരുന്ന ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത്. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറുവാൻ സാധിക്കില്ല. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത BPL കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുക. 25 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഏതെങ്കിലും BPL കുടുംബത്തിൽ ഗ്യാസ് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം സെപ്റ്റംബർ 3 നടന്ന GST കൗൺസിൽ യോഗത്തിൽ പുതിയ GST പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള തീരുമാനമെടുത്തിരുന്നു. കൂടുതൽ പേരും അറിയാൻ കാത്തിരുന്നത് LPG വില കുറയുമോ എന്നാണ്. ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും സർക്കാർ വ്യത്യസ്ത GST നിരക്കുകളാണ് ഈടാക്കുന്നത്. ഗാർഹിക സിലിണ്ടറുകൾക്ക് 5% GSTയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 18% GSTയുമാണ് ഈടാക്കുന്നത്. LPG സിലിണ്ടറുകളുടെ GST നിരക്കിൽ GST കൗൺസിൽ ഒരു മാറ്റവും പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് LPGയുടെ GST കുറയ്ക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.